സിൽവർ ലൈൻ അടഞ്ഞാധ്യായമായി തുടരും. ഈ വാർത്ത സതീശൻ സുരേന്ദ്രൻ കൂട്ടുകെട്ടിന് നൽകുന്നത് ചെറിയ ആശ്വാസമല്ല. ഇവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കേരളത്തിലെ വികസനങ്ങൾ ഒന്നൊന്നായി പൊളിച്ച് എങ്ങനെയും ജനങ്ങളെ പറ്റിച്ച് വോട്ട് വാങ്ങി അവരെ തന്നെ ദ്രോഹിക്കുന്ന പരിപാടികൾ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇങ്ങനെയൊരു വാർത്ത ആശ്വാസം തീർക്കില്ല എന്ന് പറയാൻ സാധിക്കൂ? ഇല്ല. അതാണ് പറഞ്ഞത് സിൽവർ ലൈൻ അടഞ്ഞ അധ്യായമാകുന്നത് ഇവർക്ക് സന്തോഷം മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന്. സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ ഇതര സംസ്ഥാനങ്ങളിലെ IT കമ്പനികളിൽ നിന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ കൈക്കൂലിയായി വാങ്ങിയത് 150 കോടി രൂപയാണെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. ഇതിന്റെ മറ്റൊരു വശമായിരുന്നു BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. എന്തൊക്കെ പണിയെടുത്താലും കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കില്ല എന്നായിരുന്നു സുരുവിന്റെ പ്രഖ്യാപനം. അതായത് കേരളത്തിലെ വികസനം മുടക്കാൻ കൈകോർക്കുന്നത് BJP കോൺഗ്രസ് ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും തടസ്സങ്ങൾ ഉണ്ടായാലും സിൽവർ ലൈൻ പദ്ധതി കേരളം ഉപേക്ഷിക്കില്ല എന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഇന്നത്തെ കേരളത്തിന് അതിവേഗ പാത അനിവാര്യമാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ സ്വപ്ന പദ്ധതി കൂടിയാണ്. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതിക്ക് റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വീണ്ടും ദക്ഷിണ റെയിൽവേ അറിയിച്ച സാഹചര്യത്തിലും ഒരടി പിന്നോട്ട് നടക്കില്ലെന്ന അടിയുറച്ച തീരുമാനത്തിലാണ് പിണറായി സർക്കാർ. റെയിൽവേയുടെ 107.80 ഹെക്ടർ ഭൂമിയാണ് സിൽവർ ലൈനിന് ആവശ്യമുള്ളത്. ഈ ഭൂമി വിട്ടുകൊടുത്താൽ എറണാകുളം ഷൊർണൂർ 3ാം ലൈൻ വേണ്ടെന്ന് വെക്കേണ്ടി വരുമെന്ന അവസ്ഥ വരും. എന്നാൽ ഭൂമി പങ്കിടൽ അന്തിമ തീരുമാനം ബോർഡാണ് എടുക്കേണ്ടത് എന്ന ഉറച്ച നിലപാടിലാണ് കേരയിൽ. തെളിയിച്ചു പറഞ്ഞാൽ കേരളത്തിൽ നടപ്പിലായിരിക്കും. ഇതിലും വെല്ലുവിളി നിറഞ്ഞ ഗെയിൻ ലൈൻ പദ്ധതി, വിഴിഞ്ഞം തുറമുഖം, ദേശീയപാത വികസനം തുടങ്ങി അനവധി പ്രൊജക്ടുകളാണ് പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ തലയുയർത്തിയത്. ഗെയിൻ ലൈൻ പദ്ധതി പൂർത്തീകരിച്ചാൽ പിണറായി വിജയൻ നട്ടെല്ലുള്ള നേതാവായി അംഗീകരിക്കുമെന്ന് പറഞ്ഞുപോയ സുരേന്ദ്രൻ പദ്ധതി പൂർത്തീകരിച്ച് ഇതുവരെ അറിഞ്ഞിട്ടുമില്ല, പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുമില്ല. ഒത്തിരി പ്രതിസന്ധികളിൽ നിന്നുമാണ് മേൽപ്പറഞ്ഞ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കിയത്. അന്നും എതിർപ്പ് നാടകീയ സമര പരിപാടികളുമായി കോൺഗ്രസ് BJP കൂട്ടുകെട്ട് നിറഞ്ഞു നിന്നിരുന്നു. വയൽക്കിളി സമരം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ഈ പ്രതിസന്ധികളെ തട്ടിമാറ്റിയാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോയത്. അതുപോലെ തന്നെ കുതിച്ചു പായാൻ കേരളത്തിൽ വന്നിരിക്കും, നടപ്പായിരിക്കും. ഇത് പിണറായി സർക്കാരിന്റെ ഉറപ്പാണ്, ഇടതുപക്ഷത്തിന്റെ ഉറപ്പ്.